വയനാട് ജില്ലയും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പാട്ടവേലിന് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നായ്ക്ക സമുദായക്കാരാണ് ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. ഇവരുടെ കുലദൈവത്തെയാണ് ഇവിടെ പൂജ നടത്തുന്നതും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പറഞ്ഞു ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞു. ആദ്യം നിങ്ങളുടെ ഭാഷ പറഞ്ഞോളൂ. ಅದಾയത് ಇದು ನಂಗೆ ಕುಲದೈವ ಅಂತ ಹೇಳಲ್ಲ ಕಾರಣ ಇದು ಹೆತ್ತಜೀರಪ್ಪ. ಅದು ಹೆತ್ತಜೀರು ಒಡಿಚಿ ಒಡೆನು ಅಂಚೆ ಕೊಂಡಾಡಿ ವರ್ಷತೋറും കൊണ്ടാടി ನಂಗೆ ನಡಿಚೋಡು ಬರೋದು. ಆ ದೈವನ ಇಂದು ಕಾಲಾಟಂ ಆ ದೈವಗೊಂದ್ಸಟ್ಟು ನೀರು ಹಾಕ ಜಿನಪ್ಪ ಅದು ಇಂದು. ಆ ಜಿನಲ್ಲಿ ನಂಗೆ ಎಲ್ಲ ಮಕ್ಕಂ ಈ ಕುಟುಂಬಲ ಮಕ್ಕಂ ಮತ್ತೆ ಲೋಗಲ ಮಕ್ಕ ಎಲ್ಲ ಕೂಡಿ ಒತ್ತೊರಿಮೆ പോലെ കൂടി ಇಂದು ಇಲ್ಲಿ ഉത്സവമായി മാറ്റിര. പണ്ടിൽ എനിക്കൊന്ന് കാണെ ഷീകത് ഉത്സവമായി മാറിത്ത്. ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉത്സവം അല്ലാതൊന്ന് കലാചാര രീതിയിലും കൊണ്ടുപോയിടിച്ചു. ഈഗത് പമ്പൻ നാടുകാരും നങ്ക ആൾക്കാരും കൂടി ഒത്തൊരുമെ പോലെ ഒന്നിച്ച് നിന്ന് ഈഗത് ഉത്സവമായി മാറിത്ത്. പണ്ടിലെന്തായാലും നങ്ക നായ്ക്കൻ മാത്രം നിന്നൊന്ന് കലാചാര ഉത്സവമായിരുന്നു. പക്ഷെ അതീಗ ലോകം മാറത്തോറും മക്കം മാറി മക്കൾക്ക് വിദ്യാഭ്യാസ അറിവും ബോധ ಬಂದುಕೊಂಡು ಇಂದು ಇದು ಉತ್ಸವವಾಗಿ ಮಾರಿತು. ಆ ಉತ್ಸವ ಇಂದು ನಾಳೆ ಈ ಮನೆಯಲ್ಲಿ ನಡೆದದು. ಈ ಮೊಕ್ಕು ಮನೆಯಲ್ಲಿ ಇಂದು ನಾಳೆ ಈ ಉತ್ಸವ ಎಲ್ಲ ವರ್ಷ ನಡೆದೋಡಿದ್ದೆ ಉತ್ಸವ. ಆಗ ಅದಕ್ಕೆ ಬೇಂಡಪಟ್ಟ ಕಲಾಚಾರ ರೀತಿ ಅಂತ ಹೇಳಿದ್ರೆ ನಂಗೊಂದು ರೀತಿ ಆ ರೀತಿ ಪ್ರಕಾರ ಇನ್ನೊಗಳಿಗೆ ದೈವನ ಚಿಟ್ಟ ಚಡಂಗ ನಂಗೆ ತೊಡಗಿದೆವು. ಆ ರೀತಿ ಪ್ರಕಾರ ನಂಗೆ ಆಜಿಗೆ ಕಟ್ಟಲ್ಲಿ ನೀರು ಹೋದೆವು. ದೈವಕ್ಕೆ 1-2 ಮಡಕೆ ನೀರು ತಂದು ಹಾಕಿ ಅದ್ರಲ್ಲಿ ಗಂಜಿ ಮಾಡಿ ಆ ಗಂಜಿ ಪಡೆಕೂಳು ಮಾಡಿ ಒಳಗೆ ಹಾಕಿ ಅದು ದೈವನೇ ಕೈ ಮುಗಿದು ದೈವ ಬಂದು ಅದು ಕಂಡು ನೋಡಿ ಕಂಡರುತ್ತು ನಂಗಾಗ ಒಳ್ಳೊಂದು ಸುಖ സങ്കടം എല്ലാം ചെക്കണ്ട്. ನಂಗೆ ഈ കുന്നുള്ള മക്കനെ ഉള്ള രീതിയിൽ നടിച്ച് അത് മാതിരി ഇന്ധന സന്ധ്യയോട് കൂടി ഈ ദൈവന കാലാട്ടയിൽ തീർത്ത് ಬಳಗಾಯಿ വീണ്ടും ನಂಗೆ ഓടിച്ചിനെ കാണലോജ് മാരിയമ്മനെ ಬಳಗಾಯಿ നാളെ 16 ಗಂಟೆ മാരിയമ്മനെ കുളിയ മുത്തപ്പനെ നാളെ കാണുന്നപ്പದಾಗ ಅದನ್ನ ಒಂದು ಆ ಒಂದು ಕಲಾಚಾರ ಆ ಒಂದು ರೀತಿ ಬೇರೆ ಇದ್ದೆ. ಇದನ್ನ ರೀತಿയും ಬೇರೆ. ಆಗ ಎರಡು ರೀತಿಯಾಗಿ ನಡೆದೋಡಿರೋದಪ್ಪ. ಅದು ಇಂದು ಸಂಜೆಗೆ ನಂಗೆ ಒಂದು ಇನ್ನೊಂದು ಗಳಿಗೆ ನಂಗೆ ಕಲಾಚಾರ ಆಟ ತೊಡಗಿ ನಂಗೆ ದೈವನ ಪೂಜೆಯನ್ನು ತೊಡಗಿ ನಂಗೆ ಮುಂಜಿ ಹೋಪಲ್ಲ ನಂಗೆ ಎಲ್ಲ മക്ക ഒരുമ പോലെ ಮುಂಜಿ ಹೋಪല്ല ಒಂದು ഉള്ളൊരു രീതിയിൽ ബാക്കി ഞാൻ പറയാം. കാട്ടുനായ്ക്ക ഭാഷയാണ് ഇപ്പൊ കേട്ടത്. ഇതിന് ലിപിയില്ല. ഇന്നലെ കുണ്ടുവടിക്കാര്, കാട്ടുനായ്ക്കര്, വേട്ടക്കുറുമര് അവരൊക്കെ കാട്ടിൻ്റെ ഉൾക്കാട്ടിൽ പോയിട്ട് പൂജ നടത്തുന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ കാണിച്ചിരുന്നല്ലോ. ഇവർക്കൊക്കെ തനതായ ഒരു ഭാഷയുണ്ട്. പക്ഷെ അതിന് ലിപിയില്ല. അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമാണ് ഉത്സവം. ഇതിന് മുകളിൽ അവിടെയായിട്ടൊരു കാവൊക്കെ ഉണ്ട്. അവിടെയുണ്ട് ആചാരങ്ങളെല്ലാം. വ്രതശുദ്ധിയോടെ ഇവരത് കൊണ്ടാടുകയാണ്. അപ്പം ഇന്നിവിടെ ആട്ടവും പാട്ടും തനതായ ഗോത്രകലകളൊക്കെ ഉണ്ട്. സ്റ്റേജും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. നായ്ക്ക വിഭാഗത്തിൻ്റെ ഇത്തരം കാഴ്ചകളിലേക്ക് ഈ ഉത്സവത്തിലേക്ക് വായോ. പിന്നെ